കെ സുധാകരൻ സ്ഥാനാർത്ഥിയായി വരും എന്ന് അറിയുന്നതിന് മുമ്പാണ് നമ്മൾ ഈ സർവേ നടത്തിയത്. അതുകൊണ്ട് തന്നെ 5% വ്യത്യാസം, അവിടെ ശൈലജ ടീച്ചറുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നൊക്കെയുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ആ സാന്നിധ്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വോട്ടർമാരെ സമീപിക്കുന്നത് സർവേക്കായി. കെ ശൈലജയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മണ്ഡലമാണ് കണ്ണൂർ എന്നുള്ളത് സർവേയിലൂടെ വ്യക്തമാവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും UDF-നേക്കാൾ LDF-ന് മുൻതൂക്കം കൽപ്പിച്ചത് ഈ കാരണങ്ങളാൽ കൂടിയാവാം. പക്ഷേ കെ സുധാകരൻ കൂടി എത്തുമ്പോൾ ഇപ്പോഴുള്ള നിലവിലുള്ള 5% വ്യത്യാസം കുറയ്ക്കുമോ അതല്ല അതിനെ മറികടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കണ്ണൂരിൽ ഇപ്പോൾ കെ ശൈലജ അല്ല മത്സരിക്കുന്നത്, MV ജയരാജൻ. അതെ. സനിയു, രൂപീകരിച്ചത് മുതൽ ഇങ്ങോട്ട് 17 തവണ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ 11 തവണയും UDF-നൊപ്പം മാത്രം നിന്ന ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും UDF-ന്റെ നല്ല ശക്തമായ ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ മണ്ഡലം എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ LDF-ന് അടിയുറച്ച നല്ല വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ മണ്ഡലം എന്ന കാര്യത്തിലും സംശയമില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ് എന്നതാണ് അതിന് കാരണമായി ഞാൻ പറയുക. പക്ഷേ നമ്മുടെ ഈ സർവേ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായും ആ സമയത്ത് ശൈലജ ടീച്ചർ ആയിരുന്നു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിരുന്നു. സുധാകരൻ മത്സരിക്കുന്നില്ല എന്നൊരു ഊഹമുണ്ടായിരുന്നു. ഇതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ 8-ാം തീയതി പ്രഖ്യാപനം വരുമ്പോൾ അത് സുധാകരൻ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല അവിടെ MV ജയരാജൻ മത്സരിപ്പിക്കാനാണ് CPM-ന്റെ ധാരണയായിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ആരോടൊപ്പം നിൽക്കും? അതായത് കഴിഞ്ഞ തവണ 2019-ൽ 50%-ലധികം 51% വോട്ട് നേടി വിജയിച്ച സ്ഥാനാർത്ഥിയാണ് കെ സുധാകരൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സർവേയിൽ 5% കുറവ് കാണിക്കുന്നുണ്ടെങ്കിലും അത് ആർക്ക് അനുകൂലമാകും എന്നത് തീർച്ചയായും അവിടെ നോക്കേണ്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള MV ജയരാജന്റെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ജനകീയനായ ഒരു നേതാവായി വന്നയാളാണ്, MLA ആയിരുന്നു. മാത്രമല്ല ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിമാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു മുഖത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സൗമ്യനായ മുഖം എന്ന നിലയ്ക്ക് MV ജയരാജന് ആ ഒരു സാധ്യത കൂടി അവിടെ കാണേണ്ടതുണ്ട്. പക്ഷേ കരുത്തനായ കെ സുധാകരൻ തന്നെയാണ് അവിടെ വീണ്ടും മത്സരിക്കുന്നതെങ്കിൽ കരുത്തനായ ഒരു പോരാട്ടം, നല്ല കരുത്തുറ്റ ഒരു പോരാട്ടം തന്നെ നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല അവിടെ 2014-ലും PK ശ്രീമതി ടീച്ചറുടെ ഭൂരിപക്ഷം, ഇതൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഏതായാലും 2024-ലെ ഈ തെരഞ്ഞെടുപ്പിൽ MV ജയരാജനും കെ സുധാകരനുമാണ് മത്സരിക്കുക എങ്കിൽ ആർക്കൊപ്പമാണ് മണ്ഡലം നിൽക്കുക എന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.